വയനാട് ലക്കിടിയിൽ സ്വകാര്യ റിസോർട്ടിൽ തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചുവെന്ന സ്ഥിരീകരണം. മാവോവാദി നേതാവ് CP ജലീൽ ആണ് സ്വകാര്യ റിസോർട്ടിൽ മരണമടഞ്ഞത്. തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ ആദ്യം വെടിവെപ്പുണ്ടായത് മാവോയിസ്റ്റുകളിൽ നിന്നാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് റിസോർട്ടിൽ പണം ആവശ്യപ്പെട്ട് സായുധ സംഘം പോലീസ് വെടിവെപ്പ് നടത്തിയത്. അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് സംഘവും തണ്ടർബോൾട്ട് സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ വയനാട് ലക്കിടിയിലെ ഉപവൻ റിസോർട്ടാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് മാവോയിസ്റ്റ് സംഘം 50,000 രൂപയും 10 പേർക്കുള്ള ഭക്ഷണവും ആവശ്യപ്പെട്ട് ഈ റിസോർട്ടിലെത്തുന്നത്. തുടർന്ന് ഈ വിവരം പോലീസിനെ റിസോർട്ട് അധികൃതർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് തണ്ടർബോൾട്ട് പോലീസ് സംഘങ്ങൾ സ്ഥലത്തെത്തിയത്. ഇതേ തുടർന്ന് ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായി. ആദ്യം തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റ് സംഘം നിറയൊഴിച്ചു. ഇതേ തുടർന്നാണ് വലിയ തോതിലുള്ള പ്രത്യാക്രമണവും അതോടൊപ്പം വെടിവെപ്പും ഉണ്ടായത്. ഇത് പുലർച്ചെ വരെ ഏതാണ്ട് ഈ ആക്രമണം നീണ്ടു. ഈ വെടിവെപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നൽകാനുള്ള വിവരം, ഈ വെടിവെപ്പിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. CP ജലീലാണ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന ഈ മാവോയിസ്റ്റ് സംഘങ്ങൾ എത്തി ഇത് കൂടുതൽ സംഘങ്ങളുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണമെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം ഈ റിസോർട്ടിന്റെ പിൻവശം വലിയ തോതിലുള്ള വനപ്രദേശമാണ്. നേരത്തെ തന്നെ ഇതിനോട് ചേർത്തുള്ള സുഗന്ധഗിരി പ്രിയദർശിനി മേഖലകളിലെല്ലാം തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘങ്ങളും ഈ വനപ്രദേശം ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണവും തിരച്ചിലുമാണ് പോലീസും തണ്ടർബോൾട്ട് സംഘവും ഇപ്പോഴും തുടരുന്നത്. ഏതായാലും ഈ ആക്രമണത്തിൽ പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നത് ജില്ലാ ഭരണകൂടം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും പോലീസ് ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയത്തിനു ശേഷം സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം മാധ്യമങ്ങൾക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട CP ജലീലിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും അല്പസമയത്തിന് ശേഷം കൽപ്പറ്റ പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു. അത് CP ജലീലാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും നേരത്തെ തന്നെ വലിയ തോതിലുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങളിലും തിരച്ചിലുകളിലുമാണ് ഇപ്പോഴും പോലീസ് തണ്ടർബോൾട്ട് സംഘങ്ങൾ. വയനാട്ടിൽ മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് വെടിവെപ്പുണ്ടായ ലക്കിടിയിൽ മാസങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. നിരന്തരമായി എത്തുന്ന സായുധ സംഘങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതിയിലായിരുന്നു മേഖല. സമീപത്തെ സുഗന്ധഗിരി പ്രിയദർശിനി കോളനികളിൽ തോക്കേന്തിയ സംഘം എത്തുന്നത് പതിവായതോടെ പോലീസ് ഇവിടെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. റഫാൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. രേഖകൾ കാണാനില്ലെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. റഫാൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെ കേസെടുക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെ അപലപിക്കുന്നതായി മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ്. റഫാൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്നുയരുന്നത്. റഫാൽ ഇല്ലെങ്കിൽ വ്യോമസേനയുടെ പ്രതിരോധശേഷി കുറയുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചതിനെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണ് വാദം. മോദി സർക്കാർ എന്തിനാണ് തുടർച്ചയായി സേനയെ അപമാനിക്കുന്നതെന്നും യെച്ചൂരി ചോദിച്ചു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത് മോദിയെ രക്ഷിക്കാനാണെന്ന് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ മോദി ഭയപ്പെടുന്നത്? പ്രതിപക്ഷം പാക് സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന മോദി ആരോപണത്തെ രാഹുൽ പരിഹസിച്ചു. പത്താൻകോട്ടിൽ തെളിവ് നൽകാൻ പാകിസ്ഥാനെ ക്ഷണിച്ചത് ഞങ്ങളല്ല, പാക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയതും നമ്മളാണോ എന്ന് ഒപ്പമുണ്ടായിരുന്ന വക്താവ് സുർജേവാലയോട് പരിഹാസ രൂപേണ രാഹുൽ ചോദിച്ചു. Prime Minister has got ISI to investigate Pathankot. Prime Minister is going to Mr. Nawaz Sharif's wedding and we are the poster boys. He is the poster boy of Pakistan, hugging Mr. Nawaz Sharif, calling Mr. Nawaz Sharif to his swearing in over here, doing a big drama. The fact of the matter is that the issue here is corruption in Rafale. റഫാൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെയും മാധ്യമ പ്രവർത്തകനെതിരെയും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രയോഗിക്കുമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ് അപലപിച്ചു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന്
എഡിറ്റേഴ്സ് ഗിൽഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തനിക്കെതിരായ കോടതിയലക്ഷ്യ കേസ് ജസ്റ്റിസ് അരുൺ മിശ്ര കേൾക്കരുതെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം കോടതി തള്ളി. അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വാദം. CBI ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറഞ്ഞു. കേസ് തുടർവാദത്തിനായി മാർച്ച് 29 മാറ്റി. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ച സംബന്ധിച്ചുള്ള പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്, മാധ്യമങ്ങൾ നടത്തിയ പ്രസ്താവന എന്നിവയുടെ പേരിലാണ് കോടതിയലക്ഷ്യ ഹർജി. അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം നാഗേശ്വർ റാവുവിനെ ഇടക്കാല ഡയറക്ടറാക്കി വീണ്ടും നിയമിച്ചിരുന്നു. എന്നാൽ നാഗേശ്വർ റാവുവിന്റെ നിയമനം ഉന്നതാധികാര സമിതിയുടെ സമ്മതത്തോടെയല്ല എന്നാണ് ഭൂഷൺ പറഞ്ഞതും ട്വീറ്റ് ചെയ്തതും. അപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സമയമായിരുന്നു. ആ സാഹചര്യത്തിലാണ് അറ്റോർണി ജനറലും കേന്ദ്ര സർക്കാരും കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകനായ ദുഷ്യന്ത് ദാവെ വാദിച്ചു. കേസ് പരിഗണിക്കുന്ന ജഡ്ജിൽ നിന്ന് പക്ഷപാതപരമായ നിലപാടുണ്ടെന്ന ആശങ്ക ആരോപണ വിധേയൻ പ്രകടിപ്പിച്ചാൽ ജഡ്ജി കേസിൽ നിന്ന് പിന്മാറണമെന്നതാണ് ചട്ടമെന്നും ദാവെ വാദിച്ചു. പക്ഷേ ജസ്റ്റിസ് അരുൺ മിശ്ര ഇത് അംഗീകരിച്ചില്ല. 2 തവണ ജഡ്ജിമാർ പിന്മാറിയ കേസാണിത്. ആദ്യം ജസ്റ്റിസ് സിക്രിയും പിന്നീട് ജസ്റ്റിസ് രമണയും. അതുകൊണ്ട് ഞങ്ങൾ കേസ് കേൾക്കുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. അതേസമയം പ്രശാന്ത് ഭൂഷൺ കോടതിയലക്ഷ്യ കേസ് ശിക്ഷിക്കപ്പെടണമെന്ന താല്പര്യം തനിക്കില്ലെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നത് ശരിയാണോ എന്ന നിയമപ്രശ്നമാണ് തന്റെ ഹർജിക്ക് പിന്നിലെന്നും KK വേണുഗോപാൽ വാദിച്ചു. ചെയ്ത തെറ്റ് പ്രശാന്ത് ഭൂഷൺ സമ്മതിക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും AG പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഫെബ്രുവരിയിൽ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമിയുടെ പഠനത്തിലാണ് കണ്ടെത്തൽ. മോദി സർക്കാരിന്റെ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം വലുതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൊഴിലന്വേഷകരുടെ എണ്ണം കുറയുമ്പോഴും രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നുവെന്നാണ് 10,000-ലേറെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണ്ടെത്തൽ. 2016 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് 2019 ഫെബ്രുവരിയിലെ തൊഴിലില്ലായ്മ നിരക്ക്. 2.5 വർഷം കൊണ്ട് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ച് 7.2%-ലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 40.6 കോടി പേർ രാജ്യത്ത് തൊഴിലെടുത്തിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 40 കോടിയിലെത്തി. ഗ്രാമീണ മേഖലയിൽ മാത്രം 57 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായി. ഒരു വർഷത്തിനിടെ 1.3% വർധനവ് തൊഴിലില്ലായ്മ നിരക്കിൽ ഉണ്ടായെന്നും സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നടത്തിയ പഠനത്തിൽ പറയുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് ഇതേവരെ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി പുതിയ പഠനം. 5 വർഷം കൊണ്ട് 10 കോടി ജോലി നൽകുമെന്ന BJP വാഗ്ദാനം തട്ടിപ്പാണെന്ന് തെളിഞ്ഞെന്നും മോദി സർക്കാർ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം നിർണയാതീതമാണെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച കണക്ക് പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൃത്യസമയത്ത് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു. പക്ഷേ അതിർത്തി ഇപ്പോഴും അശാന്തമാണെന്നും ഇമ്രാൻഖാൻ പാർട്ടി പാർലമെന്ററി യോഗത്തെ അറിയിച്ചു. അതേസമയം കശ്മീർ അതിർത്തി ഇപ്പോഴും അശാന്തമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വ്യോമാക്രമണത്തിലൂടെ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് നീങ്ങിയ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കപ്പെട്ടുവെന്ന് ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു. സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇത് സാധിച്ചതെന്നും ഇമ്രാൻഖാൻ സ്വന്തം പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. ഇതിനിടയിൽ അതിർത്തിയിലെങ്ങും പാകിസ്ഥാൻ കൂടുതൽ സേനയെ വിന്യസിച്ചെന്ന റിപ്പോർട്ടും ഇന്ത്യക്ക് ലഭിച്ചു. കാശ്മീരിലെ ഹാദ്വാരയിൽ തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും നടത്തിയ വെടിവെപ്പിൽ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി. കൂടുതൽ തീവ്രവാദികൾക്കായി പ്രദേശത്ത് സേന തിരച്ചിൽ നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ആദേൽ അൽ ജുബേറി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തും. മാർച്ച് 1 സന്ദർശനം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും സംഘർഷത്തെ തുടർന്നാണ് നീട്ടിവെച്ചത്. പ്രദേശത്ത് സമാധാനം നിലനിർത്തണമെന്ന് പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവയ്പുണ്ടായി. സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്.
നരോദ പാട്ടിയ കൂട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ജാമ്യം. നേരത്തെ 4 പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നു. 2002 ഫെബ്രുവരി 28-ന് ഗുജറാത്തിലെ നരോദ പാട്ടിയയിൽ നടന്ന കൂട്ടക്കൊലയിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബാബു ബജ്രംഗി ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി തള്ളി. ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. UDFന്റെ കർഷക സമരങ്ങൾ തട്ടിപ്പാണെന്ന് മന്ത്രി VS സുനിൽകുമാർ. ഭരണത്തിലിരിക്കെ ഒന്നും ചെയ്യാത്തവരാണ് UDF. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സമരവുമായി ഇറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആത്മഹത്യകളുടെ എണ്ണം 8 or 9 പേരുടെ ആത്മഹത്യയുടെ കണക്ക് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കണക്കുകളും റിപ്പോർട്ടുകളും ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു ഇത് കാർഷിക ആത്മഹത്യയാണോ കർഷക കടങ്ങളുടെ ആത്മഹത്യയാണോ എന്നുള്ളത് ഞങ്ങൾ ലെൻസ് വെച്ച് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം നാച്ചുറൽ കലാമിറ്റിയുടെ പ്രശ്നമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസ് ആണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിൽ കർഷകരുണ്ട്, കാർഷിക ലോൺ എടുത്തവരുണ്ട്, കാർഷിക ലോൺ എടുക്കാത്തവരുണ്ട്. പക്ഷെ ജനങ്ങൾ വെറുതെ ആത്മഹത്യ ചെയ്യില്ലല്ലോ. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണങ്ങളുണ്ടാവും. അത് കാർഷിക മേഖലയിലെ തകർച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കാം. അത് കാർഷിക കടങ്ങളാണ്, കാർഷിക ആത്മഹത്യയാണോ എന്നുള്ള നിലയിലേക്ക് അതിന്റെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? BJP ഗവൺമെന്റ് നയം മൂലം ഉണ്ടായിരിക്കുന്ന ആത്മഹത്യകൾ തന്നെ ഇവിടെ നടക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് BJP ഗവൺമെന്റിനെ വെള്ളപൂശാനല്ലേ ഇപ്പൊ കോൺഗ്രസ് ശ്രമിക്കുന്നത്. വസ്തുതയായിട്ട് മനസ്സിലാക്കാനല്ലല്ലോ. ഇവിടെ സർഫാസി ആക്ടിന്റെ ഇപ്പൊ കാർഷികേതര കടങ്ങൾക്ക് മുകളിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് നിയമപ്രകാരമാണോ? ഏത് നിയമമാണ്? സർഫാസി നിയമപ്രകാരം കാർഷിക കൃഷിക്കാരുടെ കൃഷിഭൂമിയുടെ മുകളിൽ നോട്ടീസ് കൊടുക്കാൻ പറ്റുമോ? ലോക്പാലിന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും പേരുകൾ പരസ്യമാക്കാനായി സെലക്ഷൻ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെയും അധ്യക്ഷതയിലുള്ള സമിതി ലോക്പാൽ നിയമത്തിനായുള്ള 3 പാനൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ലോക്പാൽ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യ പാനലെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെലക്ഷൻ പാനൽ ഇനി എന്ന് ചേരുമെന്ന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇന്നലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. നാളെ നടക്കുന്ന LDF യോഗത്തിന് ശേഷം മറ്റന്നാൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് CPIM ഒരുങ്ങുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദാനിക്ക് വിമാനത്താവളം ലഭിക്കുന്നതിൽ മുതൽ മുടക്കില്ലാതെയാണ്. വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ വിചിത്രമായ മാനദണ്ഡമാണ് ഉയർന്നതെന്നും അദാനി കരാർ നടപ്പാപ്പിൽ നിന്നും പിന്മാറണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതിന് പിന്നിൽ കൊള്ളയും കുംഭകോണവും നടന്നു എന്നാരോപിച്ചാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. പ്രതിവർഷം 17,830 കോടി രൂപ വരുമാനവും 30,000 കോടി രൂപ ആസ്തിയുമുള്ള തിരുവനന്തപുരം വിമാനത്താവളം അദാനി സ്വന്തമാക്കിയത് യാതൊരു മുതൽ മുടക്കുമില്ലാതെയാണ്. 3 ആക്ഷേപങ്ങളാണ് പ്രധാനമായും കോടിയേരി ഉന്നയിച്ചത്. ദില്ലി മുംബൈ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടായാലും ആകെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം റവന്യൂ ഷെയർ എന്നതായിരുന്നു മാനദണ്ഡം. എന്നാൽ പുതിയ കരാർ വ്യവസ്ഥ പ്രകാരം ആളൊന്നിന് രൂപ എന്ന കണക്കിലേക്ക് മാറ്റി നിശ്ചയിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിൽ 2003 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം 30 കൊല്ലത്തേക്ക് മാത്രമേ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ പുതിയ കരാർ പ്രകാരം അത് 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി.
പാർലമെന്റ് അറിയാതെ നീതി ആയോഗ് വഴി ഈ നടത്തിയ ഭേദഗതി സംശയാസ്പദമാണ്. വിമാനത്താവളത്തിൽ കോഫി ഷോപ്പ് തുടങ്ങണമെങ്കിൽ പ്രവൃത്തി പരിചയം നിർബന്ധമാണെന്നിരിക്കെ വിമാനത്താവളം നടത്തി പരിചയമില്ലാത്ത അദാനിക്ക് വേണ്ടി കരാർ വ്യവസ്ഥകൾ മാറ്റി എഴുതി. അദാനി വിമാനത്താവളം സ്വന്തമാക്കുന്നതോടെ 20% ജീവനക്കാർ എന്തു ചെയ്യുമെന്ന് കോടിയേരി ചോദിച്ചു. ഭാവിയിൽ കാർഗോയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിമാനത്താവളമാക്കാൻ അദാനി തീരുമാനിക്കുകയാണെങ്കിൽ വിമാനത്താവള കമ്പനിക്ക് നൽകുന്ന ഒരു യാത്രക്കാരന് 168 രൂപ എന്ന തുകയിൽ വൻ ഇടിവ് വരും. 50 വർഷത്തേക്ക് കാലാനുസൃതമായ വർധനവില്ലാതെ 168 രൂപ മാത്രമെന്ന് നിജപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ കൊള്ളയെ എതിർക്കാത്തതെന്നും ശശി തരൂർ ഈ വിൽപ്പനയുടെ ഇടനിലക്കാരനായി എന്നും കോടിയേരി ആരോപിച്ചു. അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ അതേ തുക സ്റ്റേറ്റ് ഗവൺമെന്റ് തരാം എന്ന് പറഞ്ഞ് നേരത്തെ ആരാണോ കൂടുതൽ കോട്ട് ചെയ്തത് ആ തുക ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് സംസ്ഥാന കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഇതിൽ സ്വയം പിന്മാറണം. LDF സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന ചർച്ച പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനിടയിൽ കയറി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മാധ്യമങ്ങളെ കോടിയേരി കണക്കിന് പരിഹസിച്ചു. നിങ്ങൾ 2-3 ആളെ പേര് പറയുന്ന കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അത്രയാക്കൊരു സന്തോഷമല്ല, പരിഗണിച്ചു. കുറേ പേരുകൾ കേൾക്കുമ്പോൾ ആ പേര് പറയുന്ന ആൾ വിചാരിക്കുമല്ലോ, പാർട്ടി എന്നെ പരിഗണിക്കുന്നുണ്ട്. ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഉണ്ടാവില്ല, നിങ്ങളാണ് അവരെ പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിനെ പുകഴ്ത്തി കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ സർക്കാരുകളുടെ കാലത്ത് നടക്കാത്ത നേട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി G. സുധാകരന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. കുട്ടനാടിനെ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെല്ലാം സഹായകരമായത് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം മറ്റ് ജില്ലകളിലുള്ളവരാണ് കൈകാര്യം ചെയ്തത്. ആദ്യമായിട്ടാണ് ഈ PWD വകുപ്പ് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു മന്ത്രി ഏറ്റെടുക്കുന്നത്. അത് G. സുധാകരൻ, കഴിവുള്ള മന്ത്രി, ഉദ്യോഗസ്ഥന്മാരെ നിരക്കിയെടുക്കാൻ കഴിയുന്ന മന്ത്രി, കരാറുകാരെ കൊണ്ട് കൃത്യമായി പണി ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന മന്ത്രിയാണ് G. സുധാകരൻ. അദ്ദേഹം വന്നതോടുകൂടി കുട്ടനാട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ AC റോഡ് എത്ര മാസങ്ങൾ വേണ്ടിയുള്ള ദിവസങ്ങൾ കൊണ്ടാണ് AC റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ള മന്ത്രിയാണ് G. സുധാകരൻ. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായി ഇരിക്കുന്ന ഈ 5 വർഷക്കാലം കുട്ടനാടിന്റെ ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ റോഡിന്റെയും പാലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, G. സുധാകരനെ പുകഴ്ത്തുന്നു എന്നതോടൊപ്പം കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് G. സുധാകരനെ പുകഴ്ത്തുന്നു എന്നതോടൊപ്പം പ്രളയത്തിന് ശേഷം ഈ LDF സർക്കാർ ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അജിം ഷാദ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ MP-യുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ് ഇത്തരത്തിൽ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. കാരണം ഒരിക്കലും ആലപ്പുഴക്കാർക്കും പ്രത്യേകിച്ച് ആലപ്പുഴയിലൂടെ കടന്നു പോകുന്ന ആർക്കും തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. കാര്യം അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ ഈ പ്രളയത്തിന് ശേഷം കുട്ടനാട്ടിൽ മാത്രം നമുക്ക് ആലപ്പുഴക്കാർക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 150 ദിവസത്തിന് ശേഷമാണ് തകർന്ന ഏതാണ്ട് 27 കിലോമീറ്ററോളം റോഡുകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചു, അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ പാടങ്ങൾ, കാർഷിക മേഖലയ്ക്കുണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം പാലങ്ങൾ, ഏതാണ്ട് 42 പാലങ്ങളാണ് ആലപ്പുഴയിൽ മാത്രം അദ്ദേഹം പ്രളയത്തിന് ശേഷവും അതിനോടനുബന്ധിച്ചും പ്രവർത്തനം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്താകമാനം ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അഴിമതി മാറ്റാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറക്കാട്, അതായത് തോട്ടപ്പള്ളി പഞ്ചായത്തിൽ തിരവേശ മേഖലയിലെ 150 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവർ സ്കൂളുകളിലും മറ്റും കിടന്നുറങ്ങുകയായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് 240 പേർക്ക് താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം. ഇത്തരത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറച്ചു കാണാതെ തന്നെ അദ്ദേഹം സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിൽ നടന്ന ഒരു പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മന്ത്രിയുടെ പൊതുമരാമത്ത് മന്ത്രി കൂടിയായിട്ടുള്ള G. സുധാകരന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം. എന്തായാലും ആലപ്പുഴ ജില്ലയിലെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള G. സുധാകരൻ പൊതുമരാമത്ത് മേഖലയിലും മറ്റും നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെയധികം രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്. കാരണം
ഇടതുപക്ഷ സർക്കാർ പ്രളയത്തിന് ശേഷം ഒന്നും ചെയ്തില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടനാട്ടിലുണ്ടായിരിക്കുന്ന വികസനങ്ങളെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചിരിക്കുന്നത്. ഇവിടെ അടിവരയിടേണ്ടത് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരു മഹാപ്രളയത്തിന് ശേഷമുള്ളതാണോ കേരളത്തിലെ റോഡുകൾ എന്ന് ഇപ്പോൾ ആരും കണ്ടാൽ വിശ്വസിക്കില്ല എന്ന് ആവർത്തിച്ച് വിവിധ കോണുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമായി ഇതിനെ എതിർത്തുകൊണ്ട് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവർക്കൊക്കെയുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടനാടിന്റെ കാര്യം, സമീപ പ്രദേശത്തു കൂടിയുള്ള റോഡുകളുടെ കാര്യം ഒരു പ്രളയത്തിന് ശേഷമുള്ളതാണോ എന്ന് കണ്ടാൽ ആരും ബോധ്യമാവില്ല, വിശ്വസിക്കില്ല. അത്രയേറെ സമഗ്രമാക്കിയിരിക്കുന്നു ജി സുധാകരൻ അല്ലെങ്കിൽ ഈ LDF സർക്കാർ. ഒരുപക്ഷെ ഈ പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിൽ LDF സർക്കാർ നടത്തിയ വലിയ മുന്നേറ്റത്തെ സംബന്ധിച്ചാണ് അവിടെ അടിവരയിടേണ്ടത്. ഷാജി കൊടിക്കുന്നിൽ പറയുന്നതിൽ തീർച്ചയായിട്ടും അജിംഷാദെ, നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ റോഡുകൾ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് റോഡുകൾക്ക് ഏതാണ്ട് 2 ആൾ താഴ്ചയിൽ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് റോഡുകളിൽ കാണാൻ സാധിച്ചു. ഇത്തരം റോഡുകളൊക്കെ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. പക്ഷേ ഏതാണ്ട് പ്രളയത്തിന് ശേഷം നമ്മളിപ്പോൾ ഏതാണ്ട് 150 ദിവസം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഏതാണ്ട് പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിലും മറ്റ് ജില്ലകളിലൊക്കെ തന്നെ റോഡുകളെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കോൺഗ്രസ് നേതാവ് പറയുന്ന മറ്റൊരു കാര്യം കൂടി, മുൻ സർക്കാരിന്റെ കാലത്ത് ചില പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു വികസനങ്ങൾ നടന്നിരുന്നത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുടെ ഘട്ടങ്ങളിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡുകളും പാലങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായി യാതൊരുവിധ കുറ്റവും പറയാൻ കഴിയാത്ത ഒരു തരത്തിലാണ് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ അഴിമതിയും മറ്റും ഇല്ലാതാക്കുന്നതിനും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഈ വാക്കുകൾ. ശരി ഷാജി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രളയത്തിന് ശേഷമുള്ള പ്രത്യേകിച്ചും സർക്കാരിന്റെ ഇടപെടലുകളെ പുകഴ്ത്തിക്കൊണ്ടും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുൻ സർക്കാരുകൾക്കൊക്കെ മാതൃകയാണ് എന്നും കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസ് നേതാവാണ് പറയുന്നത്. ഒപ്പം ജി സുധാകരന്റെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നതിലെ മികവിനെയും അദ്ദേഹം പരസ്യമായി ശ്ലാഘിക്കുകയും ചെയ്തു. ഇതിന്റെ വാർത്തയാണ്, വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇടവേളയിലേക്ക്.